ഇത്താത്തയും 3 മക്കളുമാണ് എനിക്കുള്ള. അപ്പുറത്തൊരു വാപ്പ കിടന്ന് പോകുന്ന വീട് കത്തുന്നേന്നും പറയും. നമ്മുടെ ഭർത്താവ് അവരെയും ഭാര്യയെ പോലെ കാണുന്ന രീതിയാകുമ്പോൾ നമുക്ക് അയാളോട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അയാൾ പറഞ്ഞിരുന്നു എന്നെയും കൊച്ചിനെയും ഈ പെരയ്ക്കകത്തിട്ട് കത്തിച്ചു കളയും. ഇതൊക്കെ അയാളുടെ കൂടെ ജീവിച്ചപ്പോൾ ഉള്ള മരണാനന്തര കാര്യങ്ങൾ ചെയ്തതാണ്. ഇനി വെള്ളപ്പൊക്കമാണെങ്കിലും ഞാൻ ഇന്ന ദിവസം ഇവിടെ വന്ന് നിങ്ങളെ കണ്ടിരിക്കുമെന്നൊരു വാക്ക് തന്നില്ലേ. സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ മനുഷ്യൻ എന്താണ് ചെയ്തു തരാൻ? ഇതുവരെ എടുത്തു വെച്ചതാ ഈ പറഞ്ഞ മൊത്തം ബുക്കും പോരെ. അപ്പൊ ഞാനിപ്പോ ചെറിയൊരു ഇത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരികയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ജനങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പൊ പോണ്ട, സന്തോഷാരെ പണി കിട്ടും. ഈ സാധനങ്ങളാണ് കഷ്ടപ്പെട്ട് ഇവിടെ എത്തിച്ച് വന്ന് ഇവർക്ക് ഇത്രയും സഹായം കൊടുക്കാനുള്ള മനസ്സ് കാണിച്ചത് തന്നെ വലിയൊരു വന്നില്ലേ. അതെ, നമ്മളെ കാണാൻ വരാൻ തോന്നിയിട്ടില്ല. അത് തന്നെ കാര്യം. അവിടെ നോക്കിയിരിക്കണം സാർ, ആനയുണ്ട്. അയ്യോ, ആനയുണ്ട്. നോക്കി കേട്ടില്ല. ഞാൻ നോക്കിയില്ല. നമസ്കാരം, ഞാൻ സന്തോഷ് പണ്ഡിറ്റാണ്. ഇപ്പൊ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ വെള്ളിമൺ എന്ന സ്ഥലത്താണ്. ഇതാ കറക്റ്റ് പുനരധിവാസ കോളനി, പെരിനാട് പഞ്ചായത്ത്, കുണ്ടറ പുനരധിവാസ കോളനി. അപ്പൊ ആമിന എന്ന് പറഞ്ഞവരുടെ വീട്ടിലെ ഇതാണ് ഇവരുടെ അവസ്ഥ. ഇതിപ്പോ കഴിഞ്ഞിട്ട് എത്ര ദിവസമായി ഈ വീട് കത്തി? 9-ാം തീയതി രാത്രി 8 മണിക്ക് സംഭവം നടക്കുന്നത്. അപ്പൊ ശരിക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സംഭവിച്ച 9-ാം തീയതി രാത്രി ഞാൻ ജോലി ചെയ്യുന്ന ദൂരം. എത്ര മക്കളാണ്? ആമിന എത്ര? 3 പേരുണ്ട്. 2 പേരെ എടുത്ത് നിർത്തി പഠിപ്പിക്കുകയാണ്. ആണല്ലേ. മോളെ പേരെന്താ? അന്ന് ഈ കുട്ടി ഉണ്ടോ അവിടെ? മോള് ഇവിടെ കൂടെ ഉണ്ട്. അന്ന് ഈ രാത്രി 8 മണിക്ക് ഇത് സംഭവിക്കുമ്പോൾ 8:30 ആകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. 7 മണിവരെ ഈ കൊച്ചു ഞാനിവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അയലത്തുള്ള ഈ കൊച്ചിനെ ഞാനാ നോക്കുന്നത്. എന്റെ പേര് നദീറ. അല്ലല്ല, അപ്പോഴേ ഞാൻ 7 മണിയായപ്പോ കുഞ്ഞിനെയും കൊണ്ട് പുറത്തു പോയി വീട്ടിൽ പോയി ചോറ് വാരി കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തൊരു വാപ്പ കിടന്ന് പോകുന്ന വീട് കത്തുന്നേന്നും പറയും. ആ സമയത്ത് ഇല്ല, അവള് ജോലിക്ക് പോയിരിക്കും. ആഴ്ചയെ വരും. അപ്പൊ ഞാൻ ഇവിടെ കിടക്കുകയാണ്. അപ്പോഴ് ഞാൻ ഇവിടെ വന്ന് എല്ലാം ഒതുക്കി കൊച്ചിനെയും കൊണ്ട് താഴെ പോയി. 7:30 താഴെ പോയി. കുഞ്ഞിന് ചോറ് വാരി കൊടുത്ത് ചെറു കഴിവെന്ന് വീട് കത്തുന്നെന്നും പറഞ്ഞ് നമുക്ക് അവിടെ ഇല്ല ഒരു വാപ്പ ഉണ്ട്. ആ വാപ്പ കിടന്ന് കൂവുന്നു. അങ്ങനെ ഞങ്ങൾ ഓടി വന്നപ്പോഴത്തേക്ക് പകുതി സ്ഥലം മൊത്തവും അങ്ങ് കത്തി എരിയുക. നമ്മൾ ഓടി വന്ന് ഈ മതിലൊക്കെ തൊട്ടപ്പോൾ നല്ല ചൂട്. മതിലിനകത്ത് കയറി കുഞ്ഞിന്റെ ഡ്രസ്സ് എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എടുക്കാനോ പറ്റാൻ അവസ്ഥയായിരുന്നു. ഞങ്ങളെല്ലാം ഓടി വന്ന് നമുക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായിട്ട്. എന്നാലും ഇവിടെ ഉള്ള ചേട്ടന്മാരും എന്റെ മാമാരും മതിൽ ചാടി ഇറങ്ങിയെങ്കിലും സിലിണ്ടർ ലീക്കായി മേളോട്ട് പൊട്ടി. അപ്പോഴത്തെ ഈ കുഞ്ഞങ്ങ് ആദ്യം പിടിച്ചു. പിന്നെ ഇതിനെയും കൊണ്ട് ഞാൻ താഴെ ഓടി. അപ്പൊ നമ്മളിവിടെയൊക്കെ പൊടി കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പം ഇതൊരു കോളനിയല്ലേ, വെള്ളമില്ലാത്ത സ്ഥലമാ. അവിടെയായിരുന്നല്ലേ? ഞാൻ ഓടി ഉമ്മ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ കത്തുന്ന സമയത്ത്? ഓടി വന്നേ. ഉമ്മ ആ സമയത്ത് ഇവിടെ ഇല്ല. ഞങ്ങളൊക്കെ താഴെയല്ലേ. ഈ ലൈൻ കിടക്കുന്നത് ലൈനിലോട്ട് പിടിക്കാൻ. അതുകൊണ്ടാ ഏറ്റവും വലിയ ഓടി വരുമ്പോ എല്ലാം കത്തി എരിഞ്ഞ്. ഈ മതിലൊന്നും പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു സാറേ. മതിലൊക്കെ നല്ല ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ ഇത് എങ്ങനെ കത്തിയെന്നോ ഏത് വിധത്തിൽ കത്തിയെന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. അതിനുശേഷം പിന്നെ ഈ കൊച്ചിനെ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞ് വിളിച്ചു വരുത്തി. 3 വർഷമായിട്ട് പിരിഞ്ഞ് താമസിക്കുക. നമ്മള് ബന്ധുവിൽ കേസ് കൊടുത്തേക്കാണ്. നമ്മൾ ആ കേസ് കൊടുത്തതിന് ശേഷമാണ് ഈ സംഭവം ഇങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. അതുവരെയും ഞാൻ ഒരു രോഗിയാണ്, തലയ്ക്ക് ഫിക്സിന്റെ പ്രശ്നമുള്ള ആളാണ്. അപ്പൊ എനിക്ക് ഓവർ സ്ട്രെയിൻ ചെയ്യാനും നമുക്ക് പറ്റുന്ന ഒരു ജോലി മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു ജോലിക്ക് ഞാൻ പോയി ജീവിക്കുകയാണ്. മരുന്ന് വാങ്ങണം, മക്കളുടെ കാര്യങ്ങൾ നോക്കണം. 3 വർഷമായിട്ട് പിരിഞ്ഞപ്പോ ഡൈവേഴ്സിനെ കൊടുത്തോ? ഡൈവേഴ്സിന് ഇപ്പൊ കൊടുത്തിട്ട് ഇപ്പൊ 2 മാസമേ ആയിട്ടേ ഉള്ളൂ. കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? പ്രശ്നമെന്ന് വെച്ചാല് നമ്മുടെ മക്കള് അല്ലെ നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ ഒരു കൂട്ട്. നമ്മുടെ ഭർത്താവ് അവരെയും ഭാര്യയെ പോലെ കാണുന്ന രീതിയാകുമ്പോൾ നമുക്ക് അയാളോട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അവരവസ്ഥയിലാണ് ഞാൻ പിരിയാൻ കാരണം. ശരി. അല്ല,
ഞാൻ പറയുന്നത് കല്യാണം കഴിക്കുന്നു പിരിയുന്നൊക്കെ ഒരു ലോകത്ത് ആദ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ അങ്ങനെ അതിന് ആ ഒരു അയാൾ പറഞ്ഞിരുന്നു, എന്നെയും കൊച്ചിനെയും ഈ പെരക്കകത്തിട്ട് കത്തിച്ചു കളയും, ഇവിടെ കിടന്ന് നിങ്ങൾ സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കേണ്ടാന്ന് ഇവിടെ നിന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയില്ലല്ലോ. അപ്പൊ നമ്മൾ എത്രയോ ദേഷ്യത്തിൽ പലതും പറയും അങ്ങനെ ചെയ്യണം എന്നില്ല. പക്ഷെ ഇത് ചെയ്ത് കാണിച്ചതാണ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഞാൻ 100%, 101% എനിക്ക് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പോലീസിൽ കംപ്ലൈന്റ്? ഞാൻ വന്ന ഉടനെ പോലീസ് സ്റ്റേഷനിലാണ് വന്നത്. ഞാൻ ഇവിടെ കാണാൻ വന്നിട്ടില്ല, കാരണം ഇത് കാണാനുള്ള ശക്തി എനിക്കില്ല. ഇതൊരു ഫോട്ടോ ഇട്ട് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതിനകത്തോട്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അന്നേരം എനിക്ക് ഫിക്സ് വരുന്നതാ, എനിക്ക് അസുഖം ഉണ്ടാവും എന്ന് മനസ്സിലായി. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലാണ് വന്ന്. അവര് ഉച്ചയ്ക്ക് 3 മണിവരെ ഞാൻ അവിടെ ഇരുന്ന് അവര് FIR കേസെടുത്തിട്ട് പറഞ്ഞ് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഫോറൻസിക്കാർ വരുമെന്ന് പറഞ്ഞു. 3:30 ആയപ്പോ ഫോറൻസിക്കാർ വന്നു. ആ ഫോറൻസിക്കാർ വരുമ്പോഴാണ് ഞാൻ ഈ വീട് കാണാൻ വരുന്നത്. അതുവരെ ഞാൻ വന്നു ഈ വീട് ഞാൻ കണ്ടിട്ട് നോക്കിയിട്ട് ഇന്നും ഈ ബാത്റൂമിൽ കിടക്കുന്നെങ്കിൽ ഇങ്ങോട്ട് നോക്കാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ല. കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ ഒരു കൊട്ടാരമായിരുന്നു. എല്ലാവർക്കും ആ വലിയ മാളികയുള്ളവര് എല്ലാ സാധനങ്ങളും വാങ്ങി വെക്കൂന്ന് പറയും. പക്ഷെ ഞാൻ എന്റെ കയ്യിലൊത്തുന്ന ഇൻസ്റ്റാൾമെന്റില് ബ്ലേഡിന് ഇന്നും കടക്കാരാണ്. കുഞ്ഞിന് ജനിച്ചപ്പം മുതലേ കുഞ്ഞിന് ഇൻഫെക്ഷനും കിഡ്നിയുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. 4 വയസ്സ് വരെ ചികിത്സിച്ച് 4 വയസ്സ് വരെ ചികിത്സിച്ച് കഴിഞ്ഞ് അസുഖം ഭേദമായി കഴിഞ്ഞു. എന്നാലും മോക്ക് പെട്ടെന്ന് ഒരിത് കുത്തിയോ അല്ലെ ഒരു ഇതായി കഴിഞ്ഞത് കണ്ടോ ഇങ്ങനെ പൊങ്ങലുണ്ട്. അതായത് ദേഹം മൊത്തത് നിൽക്കും. ഇതൊക്കെ അയാളുടെ കൂടെ ജീവിച്ചപ്പോ ഉള്ള മരണാനന്തര കാര്യങ്ങൾ ചെയ്തതാണ്. അത്രയ്ക്ക് നല്ല ഭർത്താവായിരുന്നു. 8 വർഷം ജീവിച്ചെങ്കിൽ 80 വർഷം. അപ്പൊ അത് ഇപ്പൊ മോളെ ഇന്ന് ആശുപത്രി കൊണ്ടുപോകണം, കാരണം അവർക്ക് തീരെയും വയ്യ. അപ്പൊ നമ്മള് സാർ ഇന്നലെ അല്ല മെനഞ്ഞാന്നേ സാർ വരുമെന്ന് പറഞ്ഞതാ. ഈ മഴയുടെ കാലാവസ്ഥ കൊണ്ട് സാർ ഇന്ന് എത്തിപ്പെട്ട് സത്യം പറഞ്ഞാൽ ഈ പഞ്ചായത്തിലുള്ളവര് പോലും ഈ നിമിഷം വരെ ഇന്നലെ വൈകുന്നേരം 2 പേര് വന്നു, ഇതുവരെയും വന്നിട്ടില്ല. മറ്റേ 2 മക്കളോടെ പോയി. മക്കളെ നമ്മൾ നിർത്തി പിടിക്കുക, ഇവിടെ നിർത്താൻ പറ്റുന്ന അവനിത്താത്തിയും 3 മക്കളുമാണ്. എനിക്കുള്ള അവസ്ഥ വളരെ ഫസ്റ്റ് ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിലൊക്കെയാണ് ഇവർ നിന്നിരുന്നത്. അപ്പൊ പോലീസിന്റെ ലാസ്റ്റത്തെ എന്താണ്? പോലീസുകാർ പറയുന്നത് ഫോറൻസിക് റിപ്പോർട്ട് വന്നാലേ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും. അത് കേസിന്റെ കാര്യം. നമുക്കിവിടെ കുടിവെള്ളം പോലും ഇല്ലാത്ത സ്ഥലമാണ്. കുടിക്കാൻ വെള്ളം വരെ കാശ് കൊടുത്ത് വാങ്ങുന്ന ആ ടാങ്ക് വരെ കത്തിപ്പോയി, എല്ലാം പോയി. അതെല്ലാം ഇനി ഉണ്ടാക്കണം. ഫർണിച്ചറും ഇതിനോടൊപ്പം ആധാരടക്കം കത്തിയെന്നാണ് പറയുന്നത്. മൊത്തം പോയി. അപ്പൊ ആധാരമൊക്കെ എല്ലാം ഈ മണ്ണ് മാത്രം 3 സെന്റ് 3 സെന്റ് സ്ഥലത്തിൽ ആധാരടക്കം പോയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇനി ആധാരമൊക്കെ ശരിയാക്കി. അയ്യോ നോക്കാ തെങ്ങ്, ആ മാവ്, ഈ മരങ്ങളെല്ലാം പോയിട്ട് വീടിന് ഇതിന്റെ അടുത്തുള്ള CCTV ഇത് പോയി. എന്തുവാ കറണ്ടിന്റെ ഉറപ്പില്ലാത്തൊരു കാര്യം, തെളിവില്ലാത്തൊരു കാര്യം വ്യക്തിപരമായി എനിക്ക് പറയാൻ ഇതുണ്ട്. ഇവര് പറയുന്നത് നമ്മളത് കേൾക്കുന്നു, ശരിയാവാം എന്താണെന്നുള്ളത് പോലീസ് തീരുമാനിക്കട്ടെ. നമുക്കിപ്പോ പ്രായോഗിക തലത്തിൽ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ മനുഷ്യൻ എന്താണ് ചെയ്തു തരാൻ? എനിക്കെന്ന് വെച്ചാൽ എനിക്കറിയാം, സാറ് വിളിച്ചപ്പോഴും പറഞ്ഞു. പക്ഷെ സാർ ഇപ്പൊ സാധനം മേടിച്ചു തന്നാൽ എനിക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഒന്നത്. രണ്ടെന്ന് വെച്ചാൽ എനിക്ക് ആദ്യം മുതൽ ഇത് തുടങ്ങണമെങ്കിൽ എനിക്കൊരു കിണർ കുഴിക്കണം. അതിന് സാമ്പത്തികം 2 ലക്ഷം രൂപയോളം നമ്മുടെ കയ്യിൽ വേണം. പിന്നെ അവരുടെ ഫുഡായാലും വെള്ളമായാലും കൊടുക്കാനുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ വാങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വേണം. ഇട്ടുമാറാൻ നമുക്ക് ഡ്രസ് ഇല്ല. അയലത്ത് വീട്ടിൽ നിന്നാണ് മോളെ. പിന്നെ പഠിക്കുന്ന ഒരാളെ ഏറ്റെടുത്തത് കൊണ്ട് അവൾക്ക് ഇന്നലെ 2 ജോഡി ഡ്രസ്സ് അവർ വാങ്ങിച്ചു കൊടുക്കും. എന്നാലും ബാക്കി അവൾക്ക് വീട്ടിൽ ഇടാനുള്ള ഡ്രസ്സ് വേണം, അവൾക്ക് ഇട്ടുകൊണ്ട് നടക്കാനുള്ള ഡ്രസ്സ് വേണം, എല്ലാം വേണം. അറിയാലോ നമ്മുടെ സിനിമന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ ആളുകൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ വരുമാനത്തിലാണ് അതിൽ ഇത്രയും കാര്യം ചെയ്യുന്നത്. അങ്ങ് ആ നാട്ടിൽ ഈ നാട്ടിലുണ്ട് ഇതിനേക്കാൾ സാമ്പത്തിക സ്ഥിതി ഉള്ള ആൾക്കാര്. സാർ ഇവിടെ വരാമെന്നും 4-ാം നാളെ എന്നോട് പറഞ്ഞു. ഇനി വെള്ളപ്പൊക്കമാണെങ്കിലും ഞാൻ ഇന്ന ദിവസം ഇവിടെ വന്ന് നിങ്ങളെ കണ്ടിരിക്കുമെന്നൊരു വാക്ക് തന്നില്ലേ. ഈ 2 കാരണം കൊണ്ട് എനിക്ക് നല്ലോണം ധൈര്യത്തിൽ ഞാനിപ്പോ പിടിച്ചു നിൽക്കുന്ന. ഞാൻ എന്തായാലും ഈ വീട് കെട്ടും, ഇതിൽ താമസിച്ച് ഇത് ചെയ്ത ആരായാലും അവരുടെ മുമ്പിൽ ഞാൻ ഇത് കെട്ടി തീരുമ്പോഴത്തേക്ക് അവരെ പോലീസ് പിടിക്കുന്നതായിരിക്കണം എനിക്ക് കാണേണ്ട എന്നൊരു ആഗ്രഹമേ ഇപ്പൊ എനിക്കുള്ളൂ. വേറെ സാധനങ്ങളായിട്ട് ഇപ്പൊ ഞാനിപ്പോ ഡ്രസ്സും കുറച്ച് ഫുഡിന്റെ റെഡി ആക്കി ആലോചിച്ച് നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന്. ആ കുട്ടിക്കും ഡ്രസ്സ് എന്താ മോക്കും മേടിക്കാം. എന്തൊക്കെയാണ്
ശരി, വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വരാം. ഒരു വീട്ടിലും കൂടെ നോക്കാം. പോവാം. ഇപ്പൊ നമുക്ക് അവിടെ നോക്കാം. നോക്ക്, ഇതുവരെ എടുത്തു വെച്ചതാ. ഇടക്കാല ആശ്വാസം നമുക്ക് ആ സിറ്റുവേഷൻ കണ്ടാ അറിയാലോ. അതേ പറഞ്ഞു എന്താ വിളിക്കുന്നതോടൊക്കെ പറയാം. ക്യാഷ് കുട്ടികളുടെ നമസ്കാരം, ഞാൻ സന്തോഷ് പണ്ഡിറ്റാണ്. ഇപ്പൊ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ വെള്ളിമൽ എന്ന സ്ഥലത്താണ്. അപ്പോ നമ്മൾ വീടിന്റെ അവസ്ഥയൊക്കെ നേരിൽ കണ്ടു. അപ്പോ നിങ്ങൾ പറഞ്ഞ പ്രകാരം കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെയാണ് തൽക്കാലം അല്ലേ. വീട് കത്തിപ്പോകുമ്പോൾ അവർക്ക് അല്ലേ തുണിയൊന്നും മാറ്റാനുള്ള ഒരു അവസരം പോലും ഇല്ല എന്നുള്ള അവസ്ഥ. പിന്നെ കുട്ടിക്ക് പഠിക്കാനുള്ള അല്ലേ, കുട്ടികൾക്ക് പഠിക്കാനുള്ള 3 മക്കളാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് നോട്ട് ബുക്കും നല്ല ബേസിക്സും പിന്നെ കുറച്ച് ഭക്ഷണത്തിന്റെ സാധനങ്ങളൊക്കെയാണ്. പിടി ഇവിടെ ഈ പറഞ്ഞ മൊത്തം ബുക്കും പോരെ. എല്ലാം വലിയ ബുക്കാണ് സന്തോഷേട്ടനല്ലേ? അല്ല 3 മക്കളുണ്ട്. അപ്പൊ പിന്നെ ഓക്കെ ഇത്രയൊക്കെ പോരെ. അത്യാവശ്യം വലിയൊരു ഉപകാരം. കാരണം ഈ ഒരു അവസ്ഥയിൽ അവർക്ക് ഒരു ടാർപ്പ് മേടിച്ച് കെട്ടാൻ പോലും നിവർത്തിയില്ലാതെ കിടന്ന സന്തോഷേട്ടൻ ഈ വീഡിയോ കണ്ടു വന്ന് ഇത്രയൊക്കെ ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്നോട് സാമ്പത്തികമാണ് ഞാൻ കഴിയുന്നു. പൈസന്റെ കാര്യം നമ്മൾ ഇത്തിരി നിർത്തിയിൽ ചെയ്യാറില്ല, സാധനം ചെയ്യാറുള്ളൂ. കഴിഞ്ഞ 13 വർഷത്തെ എന്റെ വീഡിയോ എടുത്താലും അറിയാം, ഞാൻ ആരുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കാറില്ല. ഞാൻ പറയുന്നത് ഒരാളുടെ അവസ്ഥ ഇതാണ്. ഞാൻ നേരെ പോയി നോക്കി ആളുകളോട് സംസാരിച്ച് മനസ്സിലാക്കി എനിക്ക് ബോധ്യപ്പെട്ടിട്ടേ ചെയ്യാറുള്ളൂ. അത് സാധനമായിട്ടേ ചെയ്യാറുള്ളൂ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഇവരെ അവസ്ഥ അങ്ങനെയല്ല. ഇവരെ സംബന്ധിച്ചുള്ള ഈ സാധനങ്ങൾ അല്ല, ഒരു വീടുണ്ടാക്കലൊക്കെ എന്ന് പറയുമ്പോൾ അവർക്ക് ശരിക്കും സാമ്പത്തികമാണ് ഇപ്പോൾ ആവശ്യം. പക്ഷെ എന്നാലും പക്ഷെ കഴിയുന്നും ആ ലെവലിലുള്ള ഇത് ചെയ്യുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു ഇത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരികയാണ്. പക്ഷെ എനിക്ക് അതിനപ്പുറത്തേക്ക് ഇപ്പൊ ഒരു നേരത്തെ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന്റെ ഇതാണ്. അപ്പൊ ആ പൈസയാണ് എന്റെ ടാർഗറ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് വെക്കുന്നത് വളരെ ചെറിയ പൈസയേ ഉള്ളൂ. അല്ല, നമ്മൾ ചെയ്യുന്നത് നേരെ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. റെയിൽവേ സ്റ്റേഷനിൽ ജനങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പൊ പോകണ്ട, സന്തോഷാരെ പണി കിട്ടും. ഇതിനോടുള്ള ദേഷ്യം കൊണ്ടല്ല ആളുകൾ പറഞ്ഞത്. ആലപ്പുഴയൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ എറണാകുളം മെഡിക്കൽ പോകാതൊക്കെ ചോദിച്ചു. അപ്പൊ ഞാനാണെങ്കിൽ എന്റെ കാറെല്ലാം വിട്ടിട്ടാണ് ചാറ്റ്. അപ്പൊ എനിക്ക് വണ്ടിയും ഇല്ല, അല്ല ഓപ്ഷൻസ് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇനി കുറച്ച് നീന്തിയാലും കുറച്ച് ബുദ്ധിമുട്ടിയാലും, കാരണം അല്ല അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, ബസ്സൊക്കെ ബ്ലോക്കല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ആ സ്ത്രീയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഞാൻ ഒരു ദിവസം ലേറ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പറയുന്നത് ട്രെയിനിൽ കയറാൻ പോകുമ്പോൾ ജനങ്ങൾ പറഞ്ഞിരുന്നു പോകരുത്. അത്ര പോലും. എന്നിട്ടിപ്പോ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ഞങ്ങൾ ഇത്രയും അവിടെ ആ റോട്ടിലൊക്കെ വെള്ളം മുങ്ങിയിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വന്നത്. ഞാൻ അതൊന്നുമല്ല നോക്കിയത്. ഞാൻ അല്പം ബുദ്ധിമുട്ടിയാലും അവർക്ക് ചെറിയ സാധനങ്ങളാണ് കഷ്ടപ്പെട്ട് ഇവിടെ എത്തിച്ച് വന്ന് ഇവർക്ക് ഇത്രയും സഹായം കൊടുക്കാനുള്ള മനസ്സ് കാണിച്ചതിന് തന്നെ വലിയൊരു എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിവിടം വരെ വന്നതിന് തന്നെ ദൈവത്തെ നന്ദി അറിയിക്കുന്നു. എന്തായാലും ഈ സഹായം ചെറുതല്ല, വലിയ സഹായം തന്നെയാണ് ചെയ്തത്. ഇനിയും വേണ്ട കാര്യങ്ങളെല്ലാവരും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ സാറിനോട് നന്ദി, ദൈവത്തിനോട് നന്ദി. എല്ലാവരും ഞങ്ങളുടെ കാര്യം ഏറ്റെടുത്തതിൽ വലിയ സന്തോഷം. അല്ല, അതോടൊപ്പം ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരെ അവസ്ഥയിൽ ഞാൻ ഇവിടെ വരുമ്പോൾ ശരിക്കും എന്ന് വെച്ചാൽ ഇവർക്ക് വീട് കത്തി നിൽക്കുന്ന ഒരു അവസ്ഥയനുസരിച്ചോളം അവർക്ക് വേണ്ടത് ശരിക്കും വീടാണ്. അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല, നമ്മൾ പിന്നെ അംബാനിയുടെ മോനെന്നല്ല, നമുക്ക് പരിമിതികളുണ്ട്. 13 വർഷമായിട്ട് നമ്മൾ സിനിമയിലുണ്ട്. അപ്പം ഈ സിനിമ ഇനോഗ്രേഷൻ TV പ്രോഗ്രാം ഇതെന്നെല്ലാം കിട്ടുന്ന പൈസ സത്യം പറഞ്ഞാൽ മറ്റവർക്കാണ് കൊടുത്തത്. ഇതിനു മുമ്പ് ഞാൻ PWD ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയിൽ നിന്ന് ആ സമയത്ത് ചില FD ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ പലിശ കൊണ്ടാണ് ഇന്ന് ഈ നിമിഷം വരെയും സന്തോഷ് പണ്ഡിറ്റിന്റെ എല്ലാ കാര്യവും നടക്കുന്നത്. അതല്ലാത്ത എല്ലാ പൈസയും കുട്ടികളെ പഠിപ്പിക്കലോ അതിലുപരി സാറ് ഇവർക്ക് മാത്രമല്ലല്ലോ, എത്രയോ പേർക്ക് സഹായിക്കാനുള്ളതിന് ദൈവം തമ്മിൽ ആരോഗ്യവും ആയുസ്സും സമ്പത്തും എല്ലാം സന്തോഷത്തിന് തരട്ടെ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പൊ എനിക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കാണുന്നതോട് പറഞ്ഞ് എനിക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി
ദൈവം തന്നെ അതിന്റെ ഒരു വഴികൾ കാണിച്ചു തരും. ഇപ്പൊ തന്നെ പല ആളുകളും അതിൽ ചെറിയ രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോ സന്തോഷം, എല്ലാവിധ ആശംസയും.